ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കയുടെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം ഒരു പ്രാവശ്യം കൂടി അനുവദിച്ചിരിക്കുന്നുവല്ലോ. പല ദേശത്തു നിന്നും ഒരുമിച്ച് കൂടുന്നു, ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും നന്ദി പറയുവാനും, ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുവാനായി ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായി ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കും. പ്രാർത്ഥിക്കാം. ബർഖുമാർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഈ ദിവസം അനുഗ്രഹത്തിൻ്റെതും കൃപയുടേതുമായി തീരണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരു ദിവസം കൂടി കടന്നു വരുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കത്തെ തന്നു. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെതും കൃപയുടേതുമായി എല്ലാവർക്കും ആക്കി തീർക്കണം. നിന്റെ നാമത്തിൽ കൂടി വന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിന്നെ പാടി സ്തുതിക്കുകയും അവിടുത്തെ വചനത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിയാഹാരമായി അത് മാറുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകണം. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും തൃക്കൺ പാർക്കണമേ. ഓരോരുത്തരെയും പേരുകളായി നിന്റെ സന്നിധിയിൽ തരുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ ആയിരിക്കുന്ന അനേകരെ തൃക്കൺ പാർക്കണം. അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കണം. നീ കൊടുക്കുന്ന നന്മകളെ സ്വീകരിപ്പാനും അത് പങ്കിട്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ വാക്കും വചനവും പ്രവൃത്തിയും നിനക്ക് ഹിതകരമായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന മെത്രാപ്പോലീത്തായി അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകലതും തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാനിടയാകണം. ഞങ്ങളുടെ മാതാപിതാക്കൾ, ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ, യുവാക്കൾ എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. സകലരെയും അനുഗ്രഹിക്കണമേ. ജോലിക്കായി ആഗ്രഹിക്കുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ചെയ്യുന്നവരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം. ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും നൽകി അവിടുന്ന് സഹായിക്കണം. ഓരോ പ്രാർത്ഥനയ്ക്ക് ആവശ്യങ്ങളുമായി നിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നിനക്ക് ഹിതകരമെങ്കിൽ സകലതും പൂർത്തീകരിച്ചു നൽകുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് വചനം ഞങ്ങൾക്ക് നൽകുന്ന ആചാര്യശ്രേഷ്ഠനെയും അനുഗ്രഹിക്കണമേ. 30, 60, 100 മേനിയായി ഫലം കായ്പാൻ അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഇടയായി തീരണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിധന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ തിരുമേനിക്കും ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാ ജീവനോടെ ഇരിക്കുന്നവരെയും വാങ്ങിപ്പോയവരെയും എല്ലാവരെയും ഒന്നിച്ച് പ്രാർത്ഥനയെ സമർപ്പിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള വിഷമങ്ങളും ഭാരങ്ങളുമായി വന്നിരിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നതിന് ശേഷം ഏറ്റവും സമാധാനത്തോടും സന്തോഷത്തോടും ഇറങ്ങിപ്പോകാനും മറ്റുള്ളവർക്കും സന്തോഷം പങ്കുവയ്ക്കാനും ദൈവമേ ഇടയാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ സഭയുടെ ശുദ്ധീകരണവും സമർപ്പണവും ഹുദോശീത്തയും എല്ലാം കഴിഞ്ഞ് ഇന്നൊരു ശിശുദിനമായിട്ടും ഒക്കെയും ആചരിക്കുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. ഇന്ന് അറ്റ്ലാന്റ റീജിയനാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ റീജിയന്റെയും ഈ വർഷത്തെ പ്രാർത്ഥനകൾ കഴിയുകയാണ്. പുതിയ വർഷത്തേക്ക് നാം കടക്കുകയാണല്ലോ. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ബെൻസി ചീച്ചുവാണ് പാട്ട് പാടുന്നത്.
എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. ഏലിയ എലീശ പ്രവാചകർ ബലമായി ചെയ്ത ക്രിയകൾ കാൺമാൻ ഇലോഹീം എന്നെയും ഓർക്കുക. വേല നിന്നോടെ ഞാൻ ചെയ്യുവാൻ എലോഹീം എന്നെയും ഓർക്കുക. വേല നിന്നോടെ ഞാൻ ചെയ്യുവാൻ അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ കാൽവരി മലമേൽ കാണിച്ച നിന്റെ അൻപിൻ ശീലം പകർക്കാം. കാൽവരി മലമേൽ കാണിച്ച നിന്റെ അൻപിൻ ശീലം പകർക്കാം. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിജ പാപിക്ക് പ്രേമഹീതത്തെ നീ കാട്ടുക. ബെൻസി ജിജോ ഇപ്പൊ പാടിയതുപോലെ കർത്താവെ അരുൾ ചെയ്യണമേ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ അവിടുത്തെ ഹിതം ഞങ്ങളെ കാണിച്ചു തരണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബെൻസി ജിജുവിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഡെൽസി കോച്ചമ്മയും എലിയാമ്മ ഫിലിപ്സ് സ്കറിയയെയും കുടുംബത്തെ അനുഗ്രഹിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ നമുക്ക് വേദപുസ്തകം വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും ഒരുപോലെ വേദപുസ്തകം തുറന്നു വായിക്കണമേ. പത്രോസ്ലീഹ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സസ് 8 to 22. പ്രിയപ്പെട്ട ജയ സ്കറിയയാണ് വായിക്കുന്നത്. ജയ വായിക്കണമേ. പരിശുദ്ധനായ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോർ. റീഡിംഗ് ഫ്രം
1 Peter chapter 3 verses 8 to 22. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജ്യം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പീൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ, നിങ്ങളെ പിഴച്ചു പറയുന്നവർ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിപ്പീൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നന്മയെ ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതി കേട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും കർത്താവ് ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകോരുകയാണ് സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിങ്കൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അതേ സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നന്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ബാർഹിമോർ. പ്രിയപ്പെട്ട ജയാസ്കറിയെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട അച്ഛൻ കൗമയും വനിതാ പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. മൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നതിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ ഭർത്തമറിയമേ, തമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരയേറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീബായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ.
എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലതു കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഇപ്പോൾ ഒരുമിച്ച് ചൊല്ലിയ ഈ ഹോമോ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയെല്ലാം നമ്മയും നമ്മുടെ കുടുംബത്തെയും മാത്രമല്ല ചുറ്റുപാടിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഈ സമയം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് നമുക്ക് കരുതാം. ഇപ്പോഴേ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട വിനീത അലക്സാണ്ടർ പാടും. മഞ്ജു ഉണ്ടോ അവിടെ? മഞ്ജു ഉണ്ടോ? മഞ്ജുവിന് പാട്ട് പാടാമോ? Yes. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. പാപത്തിൻ ശമ്പളം മരണമെന്ന് ശാപത്തിൽ കഴിയുവോരേ, അവനാണു ജീവൻ, ജീവന്റെ അപ്പം, ജീവൻ തരാനവൻ മതിയായവൻ. അവനാണു ജീവൻ, ജീവന്റെ അപ്പം, ജീവൻ തരാനവൻ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. ഇരുളിൽ വഴി തെറ്റി വീഴുവോരേ, മരുഭൂമി യാത്രക്കാരേ, അവനാണു ദീപം, നല്ലൊരു പാത, ജയമായി നടത്തുവാൻ മതിയായവൻ. അവനാണു ദീപം, നല്ലൊരു പാത, ജയമായി നടത്തുവാൻ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. പല വാതിൽ തേടി വലഞ്ഞവരെ, ഫലമെന്നയോടുന്നോരേ, അവനാണു വാതിൽ, നല്ല ഇടയൻ, അരികിലണയ്ക്കുവാൻ മതിയായവൻ. അവനാണു വാതിൽ, നല്ല ഇടയൻ, അരികിലണയ്ക്കുവാൻ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ. മതിയായവൻ യേശു മതിയായവൻ, ജീവിതയാത്രയിൽ മതിയായവൻ.
ഒരു എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് വിനീത അലക്സാണ്ടറിന് ശരിക്കും വരാൻ പറ്റിയില്ലെങ്കിലും വിനീത അലക്സാണ്ടറിനെയും തക്ക സമയത്ത് പാടിയ മഞ്ജു കുര്യനെയും രണ്ടുപേരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാണ്. പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവോടെ ഇരിക്കാനും നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട വിജയ് തോമസ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സഭയുടെ ശുദ്ധീകരണവും സമർപ്പണവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്രിസ്തുവിന്റെ ജനനത്തിലേക്കുള്ള യാത്രയിലാണ്. ഇന്ന് ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ്. എല്ലാം വഴിയാത്രക്കാരാണ്. പോകുന്ന വഴിയിൽ പലതും സംഭവിക്കാം. ഹെരോദാവിന്റെ കൊട്ടാരമുണ്ട്, മറ്റു ചില വഴികളുണ്ട്. അവയെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ അവിടെ എത്താൻ. ഇന്ന് വായിച്ച പത്രോസിന്റെ ലേഖനം, ശുദ്ധമുള്ള പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ്, 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതില് 14-ാമത്തെ വാക്യം, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. എത്ര ശ്രേഷ്ഠമായ ഒരു വാക്യമാണ്! എന്തോ ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഭയപ്പെടുന്നവരാണ്, പേടിച്ചു പോകുന്നവരാണ്. പലതിനോടും പേടിക്കും. പലതും നഷ്ടപ്പെട്ടു എന്ന് വരും, പലതും നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പേടി കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത്. പക്ഷെ അത് വേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നിങ്ങളെ ആക്രമിക്കുന്നതിന്റെ കാരണം നിങ്ങൾ നീതി ചെയ്യുന്നത് കൊണ്ട്. നന്മ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നാ പറയുന്നതിന്റെ അർത്ഥം. നമുക്കറിയാം, ഈ യേശാവിന്റെയും യാക്കോവിന്റെയും സംഭവം നമ്മൾ പഠിക്കുമ്പോൾ അമ്മയുടെ സഹായത്താൽ അപ്പനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങിക്കുന്ന യാക്കോബിനെ നമ്മൾ കാണുന്നു. ചതിയാണ്. നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ അനുഭവമാണ്. ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശം അനിയൻ കബളിപ്പിച്ച് അപ്പന്റെ പേര് പറഞ്ഞ് അമ്മയിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യാക്കോബ് നഷ്ടപ്പെടുത്തുക, ഒരു പായസത്തിന്റെ പേരിൽ അത് യേശാവ് നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. പലപ്പോഴും നമ്മളും അങ്ങനെയാ. ചില പായസങ്ങളുടെ പേരിൽ, ചില മധുരങ്ങളുടെ പേരിൽ, ചില കാണാൻ കൊള്ളാവുന്നതിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, പലതിന്റെയും മുമ്പിൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷെ സ്വയം നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇടയാകരുത്. അല്ലാതെ ആരെങ്കിലും പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ അത് സങ്കടം ഉണ്ടാക്കും, അത് തിരിച്ചു എടുക്കുകയും ചെയ്യും. അപ്പൊ ദൈവം തന്നൊരു അവകാശം, ക്രിസ്തീയ ജീവിതത്തിന്റെ അവകാശം, അത് സഭയിലും സമൂഹത്തിലും നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവം നൽകിയ ചില അവകാശങ്ങളുണ്ട്. അതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് അത് ഭയം വേണ്ട. ദൈവം കൂടെയുണ്ട്. നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകും. അതിനുവേണ്ടി നിങ്ങൾ കഷ്ടം സഹിച്ചാലും സങ്കടപ്പെടരുത്. കാരണം കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നിനക്കൊരു വഴി കാണിച്ചാൽ കർത്താവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അപ്പനും അമ്മയും നിന്നെ തള്ളിയാലും തള്ളാത്ത ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും തള്ളിക്കളഞ്ഞാലും ഏറ്റവും അവസാനം നമ്മളെ കാക്കുന്ന ഒരാൾ അപ്പനും അമ്മയും. അതുപോലും നഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അത് നഷ്ടപ്പെടും. അവിടെയും ചില നഷ്ടങ്ങൾ സംഭവിച്ചാൽ പോലും ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ കാക്കുന്നൊരു ദൈവം, നിന്നെ കരുതുന്നൊരു ദൈവം. അതുകൊണ്ട് ലോകപ്രകാരം ആരൊക്കെ നിന്നെ തള്ളിയാലും തള്ളാത്തൊരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളെ ബലപ്പെടുത്തും.
നമ്മളെ ഉറപ്പിക്കും. ഇത് പല ആളുകളും സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എന്നെ ആർക്കും വേണ്ട, എല്ലാവരും തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്തൊരു കരുതൽ നമുക്കുണ്ട്. അതിനേക്കാൾ വലിയൊരു കരുതൽ നമുക്കുണ്ട്. അതുകൊണ്ട് ലോകപ്രകാരമുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും ആ കരുതലിൽ ജീവിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട വിജയ് തോമസ് അച്ഛനാണ്. അച്ഛൻ is the vicar of St. Basilius and Gregorios Orthodox Church, New Jersey. I don't have any personal relationship with Vijay Achan, but I gathered some information about him. അച്ഛൻ ഒരു ചെറിയ സംഭവമൊന്നുമല്ല, ഒരു വലിയ ആളാണ്. എന്ന് പറഞ്ഞാൽ അച്ഛന് ഒരുപാട് രംഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. He's a program manager who manages the construction project in the state of New York. അതുകൊണ്ട് അച്ഛന് എല്ലാ ഹൃദയങ്ങളെ പോലും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനും കുടുംബത്തിനും എല്ലാ പ്രാർത്ഥനകളും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസിന്റെ പേരിൽ ഈ സമയത്ത് സമർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട വിൻസി കൊച്ചമ്മ, അലക്സ ആൻഡ് സക്കാരി, എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അച്ഛൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. നമ്മളോടൊപ്പം ദൈവവചനം പങ്കിടാൻ തക്കവണ്ണം അച്ഛൻ കാണിച്ച സന്മനസ്സിന്, അച്ഛന് തിരക്കിനിടയിലുള്ള സമയത്തിന് വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം I would like to welcome dear Vijay Thomas Achan on behalf of the South West American Diocese MMVS. And may God bless you, Achan, and welcome for today's Friday prayer. Thank you. Thank you, Achan. You can hear me okay? Yes, Achan. Yes. Barakma. Glory be to the Father, and to the Son, and to the Holy Spirit, one true God. Amen. Thank you so much, Achan. Yes, we haven't met yet. Many maybe have not met me. Again, I'm in New Jersey. And I was a classmate to our Christopher Matthew Achan, many of you know, and others. And so I'm thankful to be here and to speak to you today, the Word of God, you know. And so I begin with something that Achan kind of mentioned, that I do construction. I graduated with a mechanical engineering degree, and you know, in mechanical engineering, I don't know if how many have a background in the sciences. There's an idea of stress. Stress is the and let me say before I go further, I apologize if for speaking mostly English. If I spoke anything else, it would sound like a Pentecostal church. So we'll keep it to the English. So with that, stress. We all have stress. We know what stress is. In the mechanical sense, in the engineering sense, stress is the force that can break or bend the structure. So when you put stress on something, it could break or bend, and it could do the same thing to us. Too much stress will cause us to collapse. So stress is not just physical, it's emotional, it's spiritual. It is impacting us. Stress is the best way that I like to describe what stress really is in our human life is it is the difference between what our reality is and what is our expectation. The bigger the gap, if your reality is like this and your expectation is this, the bigger that difference is, the more stress in your life. If your expectation and your reality are closer together, the stress is less. We live with so many expectations, though. We expect what our future will look like. We expect what our children will become like. We expect what people will do with us and do for us. We expect what God will do in our lives. We expect ourselves to accomplish many things. And when those expectations are not met,
then what do? Do we let go of those expectations? No. We tighten our grip and we try to gain control. We try to control our family, control our circumstances, control our reputation, control our outcomes. And sometimes we even try to control God. And that pressure, that inner stress, wears us down. So today I want us to challenge how we think about our expectations. I want us to realign our desires, because last Sunday, our church, as mentioned before, celebrated Hudoshito. Hudoshito is the reminder of is the renewal and rededication of the church, of us, that we are called to renew and rededicate our relationship to God. And the renewal doesn't start by fixing everything around us. Renewal begins on refocusing what is important, returning to God's will, letting go of those illusions and over expectations, and giving God room to work, to connect ourselves to His will. And then the church, as it goes through, and also again mentioned before, is that we go, as Abiachin was mentioning, we are now in this journey towards Bethlehem. And the idea that is there is that this coming Sunday we talk about Zechariah, and the following Sunday we'll talk about Mary, and we'll have this annunciation to both of them about the birth of the child that's coming to them. Zechariah was a righteous priest who served faithfully for decades. He prayed for a child for years, yet he carried what? Stress. Because he expected to have a child, and there was disappointment, heartbreak, unanswered prayers, and silence from heaven. But his waiting was not wasted. His suffering had a purpose. His silence was preparation. When the angel finally appeared, the angel said, "Your prayers have been heard." Not finally heard, not now heard, but has been heard all along, from the beginning. God was working with Zechariah and for Zechariah, even before Zechariah understood that. God was shaping his faith, refining his heart, preparing him to bear the one who would be the forerunner of the Messiah, John the Baptist. Zechariah's story shows us that God is not delayed, he is preparing us. And sometimes the inner work God is doing is more important than the outcome that we are asking for. This brings me to a story from my time in Kottayam Seminary, in Paria Seminary. In Paria Seminary, and as I mentioned, Christopher Rutch and I were contemporaries. We went to Paria Seminary together for the 6-month program. At one time, there was a wealthy aristocrat, a wealthy man in Kerala, I believe. He was some principal of some school, and also had some other things. Was a well-known person in Kerala. I don't remember this person's name, but he came to the seminary, and he and one of the seminary professors invited all of the Chemachans, the senior class, to come and have a class with him, a session. So that man, he asked us, the seminarians, the Chemachans of Kottayam Seminary, along with Christopher Rutchan at that time, and me, this question. He said, "Why was Jesus Jewish? Why wasn't he Malayali? Why wasn't he Indian at least?" And he asked this question to all the Chemachans at Kottayam Seminary, and we were sitting there silent for a few minutes, and then finally one student gave some answer, a historical answer. Another person gave a cultural explanation. Another person gave a philosophical explanation. And the man who had asked the question he didn't feel like his question was fully answered. And one of the things is that we from our education at here in America, we learned something, is that the simplest and clearest answer, the one that we offered, is that God did not choose
Israel. God did not choose some nation. He didn't choose Malayalis or Gujaratis or choose any of that. God chose one person, Abraham. The reason why Jesus is Jewish is not because of the Jews, it is because of Abraham. God did not begin his saving work by choosing an entire nation. He began with one person out of many others who was striving to be faithful despite his flaws and his failures. Abraham walked with God. He trusted God. He aligned his life with God's calling. From Abraham came Isaac, and Isaac came Jacob, and generations later came David. And none of these men were perfect, but God was choosing and working with and in them. And they kept striving towards God. They fell and they got back up. They doubted and they returned. They questioned and they obeyed. And through the faithfulness of these from Abraham onwards, God brought salvation into the world. God works powerfully through any one of us, and that is the truth. Not who is perfect, not who is strong, not who is in control, but who is aligned with God. So I began by talking about stress. We think about what we want. We want certain things. We want our life to be like this. We come to prayer. In this Friday fasting prayer, many of you are praying, God, give me this. God, give me that. But how many of us, instead of asking for the gift, are asking for the giver? How many of us want God rather than we wanting the gift from God? God, I want healing. God, I want my children to be able to do this. God, I want this in my life. Instead of asking God for these things, how many of us are asking, God, help me to be aligned with you? This reminds me of a passage within the scriptures, and I'm going to share my screen for those who are able to see a passage, and you can also, for those who are not able to see, you can go to into the Bible, into Joshua chapter 5. Joshua chapter 5, Joshua chapter 5, verses 13 onwards. Now, this is the thing about Joshua. If we don't know who Joshua was, the English word for name is Joshua. In Malayalam and in original Hebrew it would have been Joshua. Joshua is the same name is a very similar name in construction as Jesus' name, Yeshua and Joshua, because Joshua is a type of Christ. Joshua is one who brings the people of Israel after 40 years away from the promised land. Joshua brings them into the promised land, and he conquers the land. Just as Jesus conquers death, Joshua conquers the promised land to bring the people in. Jesus conquers death to bring us into eternal life. So Joshua, in this passage, he is coming into the land and he's preparing to fight Jericho. He's strategizing, he's planning, and the thing is, he's doing everything possible. He's doing everything that a responsible leader should do. And then all of a sudden, this very, you can miss this. You could read the passages from Joshua, the book of Joshua, and not see this passage. But this passage is so important. So then it says, randomly, verse 13, it says, all of a sudden, when Joshua was by Jericho, he lifted up his eyes and looked, and behold, a man stood before him. A man stood before him with his drawn sword. So the sword is not in his belt. The sword is out. He's holding the sword in his hand. And Joshua went to him and said to him, here's the question. Are you for us, or are you for our adversary? Are you for our enemies? Are you for us, or are you for the enemies? And what does the answer come back? The man answers,
No. There's other passages, other translations that says neither. I'm not for you or for your enemy. It's just no. The answer is no. He says no, but I, as the commander of the army of the Lord, I have now come. That's what he says. Now, Joshua falls on his face to the earth and worshipped and said to him, what does my Lord bid his servant? And the commander of the Lord's army said to Joshua, put off your shoes from your feet, for the place where you stand is holy. And Joshua did so. And then this commander of the Lord's army, you know what he does? He tells Joshua how to defeat Jericho. And so he tells him, go around 7 days, 7 times, blow the horns. And he gives him the strategy of how to defeat Jericho. Now, the part where I want to focus on is this question. Are you for us or are you for our enemies? The answer is no. It's just no. Now, before I break that down to some more, I want to just make sure that everyone understands, because maybe you don't, maybe you're, you know, because it's not clear in the scripture, but from the teachings of the fathers, this is clear. Do you know who this man is? The man with the drawn sword? The man with the drawn sword that is coming to Joshua, that Joshua comes up to. Now, some will say, Acha, he is an angel. This is, and there are some that will say it is Archangel Michael. But the church fathers actually say, and this will be shocking for some who might not have learned this in Sunday school, but hopefully most of you know this. The fathers teach us that the man with the drawn sword that Joshua is speaking to is Jesus Christ, the eternal Son of God. Just like Moses was speaking to Jesus at the burning bush, when Moses spoke face to face with Jesus in the burning bush, what did God say when Moses approached the burning bush? Take off your sandals, for the place where you stand is holy. Where God is holy. This is why we take off our shoes when we come to church, because where God is, it is holy. So the man who is standing before Joshua with the drawn sword is God. God, Jesus Christ. Saint Justin Martyr, if you don't believe me, Saint Justin Martyr, 2nd century saint, venerated by our church, says, it was Jesus, the Son of God, who appeared to and spoke to Joshua, for he called the captain the host of the for he is called the captain of the host of the Lord. Jesus is the commander of the Lord's army. He is the commander in chief. He is the president. He is the leader. Jesus is the one who came forward. So the point is not whether, and so this, coming back to this question, here's the question. Who is the commander? So when the question, rather, sorry, the question is Joshua asking him, are you for us or are you for our enemies? Now reimagine this. Joshua asking Jesus, Jesus, are you for us or are you for our enemies? And we should expect Jesus to say, I am for you. But that's not what Jesus says. Jesus says, neither. No. No. He says, no. This is the wrong question. The question is, am I for you or for your enemies? No, that is not the right question. The right question is, are you for me? Jesus is saying, Jesus is like the question like we should be asking, Jesus, are we with you or are we against you? The point is not whether God is on our side. The point is whether we are on God's side. We want God to fit our expectations. We want God to bless our plans. We want God to solve our problems in the way that we imagine. But God is not someone we recruit into our story. God is calling us into his story. God called Abraham into his story. God called David into his story.
And by being part of God's story, salvation came to the world. By Zechariah being called into God's story, John the Baptist was born. By Mary being called into God's story and aligning herself with God's plan, not her plan, but God's plan, then goodness came. Before Joshua can lead, he must fall down on his face. Before he can act, he must worship. Before he can go and take Jericho, he must surrender his control and say, God, I am doing what you call me to do. And only in surrender can a leader receive God's direction. And this is true for each and every one of us. So as I conclude, I want us to, what do we take home from here? What is the message that you can leave here with? And it's not a new technique. It's not another list of things to do. It's now pressure to control your family, to control your children, to control your husband, to control the church. You know, I had a conversation this weekend with one of our youth and Seraphim Thirmany, and one of our youth was kind of pushing Seraphim Thirmany, saying, Thirmany, we need change in our church. What can I do to make change? And the thing is, what can we do to make change? We want to take control. We want to make things better. But the thing is, we should stop trying to take control of everything. We should stop striving to, you know, to like fix that person or fix that person. You see something wrong, instead of trying to fix other people, we should start to strive to be aligned with God. Like Abraham, walk faithfully. Like Zechariah, trust that God is working. Like Joshua, take off your sandals, surrender your expectations, allow God to lead. Like Mary, choose the one needful thing to align yourself to be where God wants us. So I conclude with this quote from Saint Seraphim of Sarov. He's a 20th century saint in the Russian Orthodox Church. And he says, acquire the spirit of peace and 1,000 souls around you will be saved. What does that mean? It means acquire peace in yourself, align your own heart with God, strive to let God rule you before you rule anything else. He does not say fix 1,000 souls. He does not say control 1,000 situations or solve 1,000 problems. I am a project program manager. My job is to fix problems, but the problem that I need to focus on first is my own heart, to surrender before God. Our job here on this Friday fasting prayer, the job of the Friday fasting within the Orthodox Church is not to go and ask God for what we want, but to say, God, am I with you? If your heart is aligned with God, God will handle the rest. God will guide the next steps. God will bring healing. He will give answers. He will give direction. So as we continue in the season of renewal, let us loosen our grip, our desires, our expectations. Let us raise our expectations to God and surrender our desire for control. Because the real question today is not, why isn't God doing what I expect? The real question is, am I aligned with what God is doing? Is my will what God's will is? May God give you and give all of us the grace to walk with him, to strive after him, to find peace in him. All glory and honor to the Father, and to the Son, and to the Holy Spirit, one true God. Amen. Thank you, Achan, for the inspiring message which you delivered today. Once, our late lamented Monastatius Thirmany once asked a question in the group of youth, in a youth meeting. This was the question: who should change if the world wants to change? What is your expectation? Who should change? The youth in the meeting said different names, starting from the hierarchy to the lowest people. The answer which Ostathius Thirmany said, all your answers are incorrect. And the correct answer is
You should change. That means each and everyone to decide to make a change. നമ്മൾ മാറിയെങ്കിലേ ലോകം മാറത്തു. നമ്മൾ ചിലയിടങ്ങളിൽ, അതുകൊണ്ടാണ് പറയുന്നത്, ചിലയിടത്ത് നിന്ന് നിങ്ങൾക്ക് നിൽക്കാൻ, ഒന്നാം സങ്കീർത്തനം തന്നെ പറയുന്നതല്ലേ, നിങ്ങൾക്ക് ഇരിക്കാനോ നിൽക്കാനോ സാധിക്കാത്ത ഇടങ്ങളിൽ നിങ്ങൾ നിൽക്കരുത്, ഇരിക്കരുത്, അവരുടെ കൂടെ ആയിരിക്കരുത്. നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ, അവിടെ നിന്ന് മാറി നിൽക്കാൻ ഉത്തരവാദിത്വം. നിങ്ങളെ ആക്കി വെക്കാത്ത ഇടങ്ങളിൽ, നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഇടങ്ങളിൽ, നിങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ നിൽക്കരുത് എന്ന് പറയും. അതുകൊണ്ട് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വൈ ഐ ആം ഹിയർ, വൈ ആം ഐ ക്രിയേറ്റഡ്. ഇതൊരു നിസ്സാര ചോദ്യമല്ല. എന്നെ എന്തിനാക്കി വെച്ചിരിക്കുന്നത്? എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആ സമയത്താണ്. അതിനു മുമ്പ് പ്രാർത്ഥനയൊന്നുമില്ല, അതിനു മുമ്പ് പഠനമില്ല, ഒന്നുമില്ല. പരീക്ഷയുടെ തലേദിവസം പോയി കിടന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് എല്ലാം ദൈവം ചെയ്തോളും എന്ന് പറഞ്ഞ് ഇരിക്കുക. എന്നിട്ട് പറയും ദൈവം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ പലപ്പോഴും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എല്ലാം പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം നടക്കും. പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനവും വേണം. വലിയ അളവിൽ ശബ്ദത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, ബഹളം ഉണ്ടാക്കാൻ സാധിക്കും, എല്ലാം സാധിക്കും. പക്ഷേ there is a deed. You have prayer, you have word, but there is a deed. അതെങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്? അത് നമ്മളെ തലമുറകളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് പറയാതെ പോകുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നവരെയും കൂടുതൽ സ്ഥാനമുള്ളവരെയും സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരെയും ഒക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. മാതാപിതാക്കളുടെയൊക്കെ വ്യത്യാസമൊക്കെ അങ്ങനെയൊക്കെ ഈ ലോകത്ത് ഇന്ന് കാണുന്നത്. പക്ഷെ അവിടെ നിന്ന് ദൈവം എന്നെ എന്തിനെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ യഥാർത്ഥ വസ്തുത തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് സ്ഥാനം ഉണ്ടാകും. ഓർമ്മിപ്പിച്ച ആ ഒരു അനുഭവത്തിലൂടെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ എന്തിനു വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അച്ഛന്റെ വാക്കുകൾക്ക് താങ്ക് യു അച്ഛൻ ഫോർ ഇൻസ്പയറിംഗ് വേർഡ്സ് on behalf of the Southwest American Diocese MMBS. Thank you. May God bless you, Achan. Thank you. ബഹുമാനപ്പെട്ട വിജയ് തോമസ് അച്ഛന്റെ വാക്കുകൾക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുകയും അച്ഛനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിനോടൊപ്പം എൻ്റെ ഇഷ്ടവും ഓരോരുത്തരുടെ ഇഷ്ടം അലൈൻ ചെയ്യാനായിട്ട് ഉള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മുടെ ഇഷ്ടം, എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിർത്തുന്നതിന് പകരം അങ്ങനെയുള്ളൊരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കും, വീണ്ടും ആ നിമിഷം നമുക്ക് വലിയ ഉത്സാഹമാണ്, അടുത്ത നിമിഷം അതെല്ലാം മറന്നുപോകുന്നവരായി പോകാതെ അത് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വയം നന്നായി കഴിയുമ്പോൾ ഓരോരുത്തർ അവനവൻ നന്നായി കഴിയുമ്പോൾ ലോകം നന്നാവും. ചുറ്റുപാടുമുള്ളവരെല്ലാവരും സന്തോഷമുള്ളവരും സമാധാനമുള്ളവരുമാകും. അത് നമുക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാകുന്നല്ലോ. ഇത്രയും പേർ ഒരുമിച്ച് വന്ന് ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ തലകൾ വണക്കിയിരിക്കുന്ന നമ്മുടെ മധ്യ കർത്താവുണ്ട്. സത്ത് വെച്ച് ഞാൻ പറയുന്നതും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മെ ശുദ്ധീകരിക്കണമേ. ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ തന്നെ ദൈവകൃപ നമ്മിൽ ഒഴുകി വരികയും ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അത് അനുഗ്രഹമാവുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധ ഭാവാതിരുമേനിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപ നൽകണമെന്ന് യാചിക്കാം. എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്നു. ഒരുമിച്ച് കർത്താവിന്റെ കുരിശിലാണ് നിൽക്കുവാൻ ഉള്ള കൃപ സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വൈപരീത്യങ്ങളും മാറ്റി സമാധാനം സ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഡയോസിസിനെ നയിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ അഭിഷിക്തരെയും ദൈവസന്നിധിയിൽ ഒരുപോലെ സമർപ്പിക്കാം. വൈദ്യ ശ്രേഷ്ഠ സിംഹാസന്മാർ
അതുപോലെ തന്നെ ആൾട്ടർ ബോയ്സ്, ഇടവക പുരോഹിതന്മാരെ ഓരോരുത്തർ അവരവരുടെ ഇടവകയിലെ പുരോഹിതന്മാരെ പ്രത്യേകം പ്രാർത്ഥനകളെ സമർപ്പിക്കാം. അച്ഛന്മാർ, മർത്തമറിയം സമാജം ഭാരവാഹികൾ, എല്ലാ ആത്മീയ സംഘടനകളുടെ നേതാക്കന്മാർ, ദൈവവേലയ്ക്കായിട്ട് ജീവിതം സമർപ്പിച്ചവർ, സുവിശേഷ വേലക്കാർ, എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കാം. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബന്ധപ്പെട്ട പൈതൃകനെയും ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പ്രാർത്ഥന സമർപ്പിച്ച എല്ലാ അഭിഷിക്തരെയും സൗഖ്യം പ്രാപിച്ചവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഏലിക്കുട്ടി, ജോളി, ഇന്ത്യയിലുള്ള മക്കളെ സമർപ്പിക്കുന്നു. ഷിനി ബോബിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ആ മകൾ ദൈവസന്നിധി നമുക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. ഷാനുവിന് വേണ്ടി സ്തോത്രം പറയുന്നു. അരുണിന് വേണ്ടി പ്രത്യേകമായി സ്തോത്രം പറയുന്നു. അതേസമയത്ത് ശാന്ത തോമസിനെ പ്രത്യേകമായി ദൈവസന്നിധി സമർപ്പിക്കുന്നു. തുടർന്ന് വരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളിലും ദൈവമേ തക്ക സമയത്ത് രോഗനിർണയം കറക്റ്റായി കിട്ടുവാനും കറക്റ്റായിട്ടുള്ള ഉള്ള സൗഖ്യം ലഭിക്കാനും പ്രത്യേകം സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ വയ്ക്കാം. തോമസ് പണിക്കർ, മേരി, നീന, അഞ്ചു, അനായ, ഏഞ്ചൽ, ജോൺസൺ, കുഞ്ഞമ്മ, ഇവരെല്ലാവരും ദൈവസേന സമർപ്പിക്കുമ്പോൾ അനേക പേരുടെ റിക്വസ്റ്റ് ഉണ്ട്. പ്രാർത്ഥന തുടങ്ങിയ കാലം മുതലുള്ള സൗഖ്യം ലഭിച്ചവരും ലഭിക്കാനിരിക്കുന്നവരും ആയ അവസ്ഥയിൽ ദൈവഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് മുൻപോട്ട് പോകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിനും പരിചയത്തിനും ഉള്ള എല്ലാവരും ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രായത്തിലിരിക്കുന്ന റാഹേൽ കുട്ടി അമ്മാമ്മ, സാറാമ്മ, ജോർജ് അമ്മാമ്മ, ചെറിയ കുട്ടി ചേച്ചി, മേരി കുര്യൻ അമ്മാമ്മ, അതേപോലെ ജോസഫ് എന്ന് പറഞ്ഞ മകനെ എല്ലാവരെയും സമർപ്പിക്കുന്നു. പലവിധ പരീക്ഷകളിൽ അകപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ വൃത്തിയില്ലാത്ത അനേക മക്കളുണ്ട്. നിഷ, ഷീജ അവരെ സമർപ്പിക്കുന്നു. അതേപോലെയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. മലങ്കരയുടെ സഭാചരിത്രം ആയിട്ട് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട KV മാമൻ സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹത്തെ ബർത്ത്ഡേ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള മക്കളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. പരിമള തിരുമേനയുടെ പെരുന്നാൾ പല സമയമായിട്ട് ആചരിച്ചു. അനുഗ്രഹമായി നടന്നുപോയ എല്ലാത്തിനെയും സ്തോത്രം. ഇനിയും ആചരിക്കാനിരിക്കുന്ന ദൈവാലയത്തെയും സമർപ്പിക്കുന്നു. സഭയുടെ ശുദ്ധീകരണവും സഭയുടെ ഡെഡിക്കേഷനുമായിട്ട് പുതിയ ഒരു കലണ്ടർ ഇയറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. സ്തോത്രത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദിവ്യ, ഷെയ്ൻ, ഈ കുഞ്ഞുങ്ങളുടെ വിവാഹമാണ്. പ്രത്യേകം ഒരു പ്രാർത്ഥനയെ സമർപ്പിക്കാൻ റിക്വസ്റ്റ് ഉണ്ട്. അതേപോലെ ഹരി, രഞ്ജു അവരുടെ വിവാഹമായിരുന്നു. അവരെ സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം. അടുത്ത സമയത്ത് വിവാഹം നടന്നവരും ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും ആയിട്ടുള്ള എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ജുവൽ കെ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയൽ ജോജിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മകനെ ട്രീറ്റ്മെന്റിലിരിക്കുകയാണ്. ഒരു സമയത്ത് എല്ലാം കഴിഞ്ഞ് സൗഖ്യമായ കുഞ്ഞാവുന്നു. സെമിനാറിനാണ്. പ്രത്യേകമായി പ്രാർത്ഥന സമർപ്പിക്കുന്നു. അതേപോലെ സെമിനാറീസ് ആയിരിക്കുന്ന എല്ലാ മക്കളും ദിവസങ്ങളോട് സമർപ്പിക്കുന്നുണ്ട്. ജിതിൻ ജോയ്, വിനയ്, ജിതിൻ ജോയ്, ഏബൽ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇനിയും അത് പിന്തുടരാനൊട്ടിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഓർഡിനേഷൻ എടുത്ത ആർച്ചി എന്ന് പറഞ്ഞ ശ്രദ്ധിക്കാനായിട്ടിരിക്കുന്ന അദ്ദേഹത്തെ സമർപ്പിക്കുന്നു. സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് സമയമാകുന്നല്ലോ. നമ്മുടെ തലമുറയെ കണ്ണുനീരോട് ദിവസം സമർപ്പിക്കുന്നു. പലവിധ വിഷമങ്ങളാൽ പ്രയാസപ്പെടുന്നവരാകുന്നു. അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിക്കുന്നതാണ്. അവരുടെ ഭാവി എന്താണെന്ന് അറിയില്ല. ഇന്റർനെറ്റ്, ഡ്രഗ് അഡിക്ഷൻ, റോങ് റിലേഷൻഷിപ്പ്, ഡിമോണിക് പ്രോബ്ലംസ്, കൺഫ്യൂഷൻ, ഹെൽപ്ലെസ്നെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, പല വിധത്തിലാണ് അവർ വലയുന്നത്. മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ദൈവാലയത്തിലെ ആരാധനയ്ക്ക് ദിവസം വായന, പ്രാർത്ഥന, ഉദാശകൾ സ്വീകരിക്കുന്നതിന് എല്ലാത്തിനും മുൻഗണനയിൽ വരുവാൻ അവർക്ക് കൃപ കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്റെ കണ്ണീരുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല. ഒപ്പം നാമം ശുദ്ധീകരിക്കപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേക്, ലിഡിയ, കൃപ, 2 ആൻമാര്, 2 എലിസബത്ത്മാര്, ഹാന, കാരളിൻ, ലോറൻസ്, ആൽബർട്ട്, ഈ മക്കളോടൊപ്പം ലോകമെമ്പാടുമുള്ള മക്കൾ, കുഞ്ഞുമക്കളെ ഒരുമിച്ച് കണ്ണീരോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മത്സര പരീക്ഷകൾ എഴുതുന്നവര്, അതിലെ വിജയം പ്രാപിക്കാത്തതുകൊണ്ടുള്ള നിരാശ വരുന്നവര്, എന്താണ് ദൈവഹിതം, അതിനുവേണ്ടി ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് കിട്ടുമ്പോൾ ബാക്കി എല്ലാം ദൈവം അവരെ നടത്തിക്കൊള്ളും. ദൈവഹിതത്തിനായിട്ട് അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ജോബിൽ സ്ട്രെസ് അനുഭവിക്കുന്നവര്, ജോലി ഇല്ലാത്തവര്, കുടുംബജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്നവര്, കുടുംബത്തിൽ വ്യക്തി സമാധാനം, കുടുംബ സമാധാനം, സഭയുടെ സമാധാനം, ലോകത്തിന്റെ സമാധാനം, യുദ്ധത്തിലുള്ള വിഷമം, പീഡ അനുഭവിക്കുന്നവര്, കാലാവസ്ഥ വിഷമങ്ങൾ അനുഭവിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. ജോബില് H1B വിസയില് ജോബ് എത്രയും വേഗം ആഗ്രഹിക്കുന്ന ബിജോയ്, ആലൻ, ജോബിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യിക്കുന്ന ആലൻ, അതുപോലെ ജോബ് നഷ്ടപ്പെട്ട് ജോബ് ആവശ്യപ്പെടുന്ന എല്ലാ മക്കളും, ജോലിയില് മറ്റേ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും ബോസ്മാരുടെയും ഒക്കെ കുഴപ്പങ്ങൾ, അല്ലെ അവരുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന മക്കളെ ദിവസം സമർപ്പിക്കുന്നു. ചർച്ച് റീകൺസ്ട്രക്ഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, ഹ്യൂസ്റ്റണിലെ സെന്റ് ഗ്രിഗോറിയസ് ചർച്ച്, ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ച്, ഹ്യൂസ്റ്റണിലെ സെന്റ് സ്റ്റീഫൻസ് ചർച്ച്, വിഭജന്റെ ചർച്ച്, എല്ലാ ചർച്ചസും ഭംഗിയായി റീകൺസ്ട്രക്റ്റഡ് ആയി എല്ലാവരും ഒരുപോലെ ആരാധനയിൽ പങ്കെടുക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടവരുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വോളണ്ടറി സംഘടനകളെ സമർപ്പിക്കുന്നു. ആശ്രയ, കാരുണ്യനിലയം, അവരുടെ സാമ്പത്തിക സഹായം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആൽവി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ദീപ കൊച്ചമ്മ, ജിൻസിയെ, അബിഗയിൽ, അലീഷ, ഇൻസിലി, അഞ്ജലി, 2 പേര്, അഞ്ജു, വാനില, ബിൻസി, ബീന, ബെറ്റ്സി, നെറ്റി, ഇവരെ സമർപ്പിക്കുന്നതോടൊപ്പം എല്ലാ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവഹിതത്തിന് വേണ്ടി വളർത്തിക്കൊണ്ട് വരുവാനും എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആവശ്യപ്പെടുന്ന മക്കള് അലൻ തോമസ്, അശ്വിൻ, സിറിൽ, ബിന്നി, ജഫോസൻ, മിന്നു, ക്ഷേമ, താര, ടിന, ടിജ, മറിയ, ജോർജി, ടാഷ, നിക്കോൾ, എല്ലാവരെയും അതുപോലെയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ആരും ഒഴിവില്ലാത്തവര്, അൽസമേഴ്സ് ഡിമെൻഷ്യ ആയവര്, മെഡിക്കൽ ടീമിനെ സമർപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെയും അഭിഷിക്തരും എല്ലാവരുമായി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ദുഃഖിക്കുന്നവര്, റവറൻഡ് ഫാദർ ജോർജ് വർഗീസ്, കൽക്കട്ട ഡയോസിസിലെ വാങ്ങിപ്പോയ മകൻ, ഡോക്ടർ TA ജോർജ് പത്തനംതിട്ട, വളരെ പ്രിൻസിപ്പലായിരുന്ന ബഹുമാനപ്പെട്ട സാറിന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കുര്യൻ, ജേക്കബ് വെടിക്കള, എല്ലാവരെയും സമർപ്പിക്കുന്നു. ധാരാളം പേർ ഫൗണ്ട് ഡെഡ് ആയിട്ടിരിക്കുന്ന കാണപ്പെടുന്നുണ്ട്. എല്ലാവരെയും ദിവസം സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഷിനി ലിജോ കുര്യനാവുന്നു. ഷിനിയെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഷിനി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സകലത്തിന്റെയും ഉള്ളങ്കയിൽ വഹിക്കുന്ന പരിശുദ്ധനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ ഈ സമയം കർത്താവെ, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. Father, there are so many who have not been able to see this beautiful day, Lord, remembering all of them in our prayers. Amongst them all, Father, you considered us and gave us one more day, one more chance to work for you, Lord. We thank you for this grace you showered on us, Lord. Lord, there is nothing in this world that happens without your knowledge. You are in total control of everything in this world and above, Lord. Father, we know you see us. You hear us, Father. We know you are there when we cry alone. Just as you said to Nathaniel, you see us when we cry our lungs out with no one to lean on to, Father. You see us like you saw Hagar and her son in the wilderness. You know our past and our future.
You know us even before we were sowed in the womb, Lord. All our deeds are bare and open before you, Father. നീ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണ ബോധം ഞങ്ങൾക്ക് നൽകിയല്ലോ നീ കർത്താവേ. Lord, where 2 or 3 are met in your name, you are there in their midst. You gave us this promise, Lord, and we believe in your promise. Father, I know you are there right here beside each one of us now as we uplift our hearts in prayers to you. Father, we ask. You said, ask and it shall be done unto you. Your promise, O Lord, we completely trust in. And so we ask again, Lord, hear our prayers. Have mercy on us. You are the righteous Lord. If you judge us, Father, we will perish. We believe in the blood you shed for us, Master, the cleansing blood that washed us clean. We believe you have forgiven us our sins, Father. And so you made us worthy to come before you to plead. You chose us out of the many in this world to pray for our fellow brothers and sisters. Father, we ask that you, in your divine mercy, in your divine power, make us whole. With your presence in us, Lord, make our hearts worthy, a dwelling place for you to stay. Master, make our lives whole by teaching us to walk, talk, and live according to your will. Master, fill us with your wisdom and insight to understand your teachings. Father, you said you will look and look but not see. And so we ask, Father, knowing that we cannot see, open our eyes, Father, so we may see. Just as you showed Elisha's servant, show us the divine protection you have for us, Father. Father, help us to believe in the unseen. If we stray away from your word, Lord, make us repent and return back to you like Jonah. Father, we know we have been called to spread your gospel. Master, we ask that you give us the willpower to continuously seek your counsel in everything we do. Our spirit is willing, but our flesh is weak, Father. Give us a renewed and willing spirit, Father, so that no mountain, how big or small, may deviate us from our way. Give us a heart that can hold faith as big as a mustard seed, Lord. Let your love for us reach every cell in our body and mind. Let its roots make our faith strong and steadfast, Father. Father, you gave us the royal priesthood. You uplifted us from slavery to be your sons and daughters. You uplifted us together as a church to be your bride. We thank you and glorify you, Father. May our lips ever praise and glorify you all the days of our life, Father. Father, we pray for all those living in every corner of the world. We uphold them in our prayers. There are so many who are sick. There are so many who are stuck in war zone areas, Lord, hungry and thirsty, deprived of basic needs, Father. We do not know how they are, where they are, in what situation they are in. They do not know if they would breathe the next minute, Lord. We pray for every soul, Lord, who is and had to undergo tortures in the hands of the extremists. All our Christian brethren who had to give up their lives for just being your followers, for just proclaiming you as their Savior, Lord. Heal them, heal their souls, bless their families, Lord. Give them hope. Let help reach them. Send your warriors to uplift them, Father. Father, we pray for all the sick and the needy. Father, we remember every person who requested prayers for their healing, Lord, for your peace, for your hope. Master, we submit them all in your caring and comforting hands. Father, you are the Father of all mercies and God of all comfort. In you we place our trust. Stretch out your healing hand, Lord, and heal them. Heal them, Father, by the power and authority that you have bestowed on us, Lord. We say, everyone who believes in you, who trusts in you, who believes there is nothing that is impossible for you, feel the healing in them, Lord. Let every cell of their body praise you. Let every breath in their life proclaim your greatness. Let every cry that come from their mouth
turn into praise and worship to you, Father. Master, we remember all our near and dear ones, our parents, our siblings, friends, relatives, separated by distance or not, our colleagues, acquaintances, our neighbors. We pray for everyone at this divine hour, Master, for the children who are studying, appearing for various exams, interviews, and work, for the youngsters waiting for their prayerful partners that you choose for them, Lord, for the couples waiting to be parents to enjoy motherhood and fatherhood, for parents crying for their children, for the children who are going astray, getting lost in the way of life, Lord. We submit each one to your hands. Lord Father, we pray for those in pain of their sickness, who are in ICU, those undergoing surgery, for the old parents waiting to hear their children's voices, their grandchildren's voices, waiting to be shown love and consolation. You are the God of all consolation, righteous Father. Only you have the key to all the goodness. Only you have the answer to all our prayers. Master, we ask, comfort them, heal them all, answer their prayers, Lord. Just as you heal the paralyzed man because of their friend's faith, Lord. Master, we pray and ask for the many who have put their trust in you, put their trust in our prayers, put their trust in the faith that you gift us, Lord. Father, answer our prayers. Mighty Father, we pray for all our leaders of the nations, our states and cities, all the church leaders, our Baba Tirumeni, our bishops, priests, and all the faithful across this world, Lord. We pray for our diocese and its shepherd, Ivanius Tirumeni, Lord. We pray for all the spiritual organizations that are working towards bringing the faithful closer to you, Master. Bless everyone in the work they do, Lord. May it all be done according to your will. Father, we thank you for the wonderful message that we heard today, Father. We pray that you bless Vijayachan and his family and his ministry. Help us, Father, to realize why we are here for, Lord. Help us to change. Father, give us a spirit of willingness to transform and be renewed in you. We especially pray for our mothers and sisters who have come together today, Lord, in prayer, Father, keeping their faith steadfast. Help us to acquire the spirit of peace, Father. Make each one of us pray fervently for our fellow brethren, our families, and for the temporary world that we live in, so that we are saved. We know, Father, our body is nothing but a temporary tent. Enable us to keep this tent holy as long as we live, Lord. Fill this tent with your divine presence, Father, and may we be witnesses of your word. We ask that you open the heavens and bless your flock with abundance of grace and mercy, with heart full of forgiveness towards ourselves and others. Father, mortal as we are, tempted as we are in flesh, Lord, we ask that you do not remember our iniquities, but forgive us our shortcomings. Righteous Father, entrusting our prayers and petitions before you, പേരെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത്, believing in the powerful and healing name of the Son of God, Jesus Christ. In the name of the Father, Almighty Father, Son, and the Holy Spirit, we pray. Amen. The name of the Father, the love of God the Father, the grace of the only begotten Son, the fellowship and indwelling of the Holy Spirit be with us forever and ever. Amen. Letty. Yeah. Good afternoon, all. I'm here for a vote of thanks. Just a quick one. First of all, I would like to thank all the MMES members who attended today's prayer meeting. I would like to also thank Father Vijay Thomas for your inspirational message on how to formulate our expectations. Through his message, he reminded us that change must start from ourselves, surrender our own hearts to God, and acquire peace instead of fixing others, forcing to solve matters and taking control. Once again, thank you, Vijayachan, for your time and great message. Thank you, Abhiyachan, for your guidance and giving us the assurance that
Even if no one sees you, God sees us and He is with us. A special thanks to Elizabeth Andy for coordinating the prayer meeting. Thanks to Delcy Daniel Kochama, Eliam Askaria, Bensi Jiju, Jaya Askaria, Manju Kurian, Vinita Alexander, and Shini Kurian for volunteering for Bible reading, songs, and leading the intercessory prayer. Finally, thanks to MMES office bearers for your leadership. Thank you, and may God bless us all. Thank you, Vichi.